പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന സന്ദേശത്തിലേക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയും: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താൻ പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ല. സ്തോത്രം. ഇവിടെ ശിഷ്യന്മാരുടെ കർത്താവ് ഗിരിപ്രഭാഷണ മത്തായിയുടെ സുവിശേഷം 5-6-7 യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം മലമേൽ കയർന്നിരുന്നു കൊണ്ട് പുരുഷാരത്തോട് സംസാരിച്ച ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഇവിടെ പ്രത്യേകമായി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നു കൊണ്ട് രസം വരുത്തുവാൻ കഴിയും? അത് പുറത്തു കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടുവാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കറികൾക്ക് എല്ലാം രുചി കൂട്ടുന്നതാണ്. ഉപ്പ് നമ്മൾ കറികൾക്ക് ഈ ഉപ്പിട്ട് അതിന് വെളുത്ത നിറമാണ്. ഇത് മിനുസ കല്ലല്ല. എന്നാൽ നമുക്കറിയാം തോട്ടിലേക്ക് മിനുസ കല്ലുകൾ രുചി വരുത്തുന്നതല്ല. എന്നാൽ ഈ ഉപ്പ് രുചി വരുത്തുന്നതാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. കാരണം സമുദ്രത്തിൽ നിറച്ചും ഉപ്പാണ്. ഹല്ലേലൂയ ഇന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഉപ്പിന് ഒരു പ്രധാനമുണ്ട്. ഉപ്പിനെ നല്ല പ്രവർത്തികളോടാണ് ദൈവം ഉപമിച്ചിരിക്കുന്നത്. മനുഷ്യർ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട ദൈവത്തെ മഹത്വപ്പെട്ടു. അപ്പോൾ ഈ കറികളിലൊക്കെ ഉപ്പ് ഇടുന്ന രുചി കൂട്ടുവാനാണ്. സ്തോത്രം. എല്ലാ വിഭവങ്ങളിലും പ്രധാനമായിട്ടും ഉപ്പ് ഉണ്ടായിരിക്കണം. ഇത് രുചിയെ വർദ്ധിപ്പിക്കുകയും ഈ രുചികളിൽ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ആഹാരം ഏറ്റവും രുചികരമാക്കി തീർക്കുന്നത് ഉപ്പിടുമ്പോഴാണ്. ഉപ്പില്ലെങ്കിൽ നമുക്ക് അതിന് ഭക്ഷണത്തിന് രുചിയില്ല. നമ്മൾ ഭക്ഷണശാലയിൽ പോയാൽ പോലും നമ്മുടെ മുമ്പിൽ ഇത്തിരി ഉപ്പ് അവർ വെച്ചിരിക്കും. ഉപ്പ് എന്ന് പറയുന്നത് ഭക്ഷണങ്ങളിൽ ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ യേശു ഇവിടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറയുമ്പോൾ ഈ സാദൃശ്യമാണ് തൻ്റെ അനുഗാമികളെ ഉപദേശിക്കുവാൻ അവൻ ഉപയോഗിക്കുന്നത്. ഉപ്പ് പോലെ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഉപ്പിനെ പോലെ ആകുവാൻ പരിശ്രമിക്കണമോ എന്നല്ല യേശു പറഞ്ഞു. പകരം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുമെന്ന് വളരെ ലളിതമായി കർത്താവ് പറഞ്ഞു. അത് നമുക്ക് നോക്കാൻ കഴിയും. ഈ ഭൂമിയിൽ വിലയേറിയ അനവധി വസ്തുക്കളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും കർത്താവ് സ്വർണ്ണമെന്നോ വജ്രമെന്നോ മാണിക്കുന്നോ അങ്ങനെ പലതും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ നമ്മെ ഉപ്പിനോടാണ് ദൈവം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിൽ കൂടി നമുക്ക് വളരുവാനും ഫലമുണ്ടാക്കുവാനും ആ ഉപ്പിൽ ആഹാരം രുചി വരുത്തുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റുവാനും സ്വാധീനിക്കുവാനും കഴിയുമെന്നാണ് കർത്താവ് ഊന്നി പറയുന്നത്. അനേക പ്രാവശ്യം ഉപ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇതിന്റെ ലളിതമായ കാര്യങ്ങൾ ലേവ്യ പുസ്തകം നമുക്ക് നോക്കുകയാണെങ്കിൽ 2-ാം അധ്യായം 13-ാം വാക്യം ദൈവം ഇസ്രായേലിനോട് ഇപ്രകാരം കൽപ്പിച്ചു പറഞ്ഞു: നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിന് ഉപ്പ് ഭോജനമില്ലാതെ ഇരിക്കുക എന്ന് വെച്ചാൽ ഉപ്പ് പഴയ നിയമത്തിൽ പോലും ഉപ്പിന് പ്രാധാന്യമുണ്ട്. അത് ചേർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഉപ്പിനെ സംബന്ധിക്കുന്ന ഈ ഉടമ്പടി ദൈവവും തന്റെ ജനവുമായുള്ള ഒരു നിലനിൽക്കുന്ന ബന്ധത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഉപ്പില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാകത്തില്ല. യോബിന്റെ പുസ്തകത്തിൽ ഉപ്പിനെ ജ്ഞാനമായും വിവേകമായും ആണ് പറയുന്നത്. രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയ്ക്ക് വെള്ളയ്ക്ക് രുചിയുണ്ടോ? അത് തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് ഇനി അറപ്പുള്ള ഭക്ഷണമാകുന്നു എന്നിട്ട് പറയുകയാണ് എന്ന് പറയും. പുതിയ നിയമത്തിൽ പോലും ഉപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉപ്പ് ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യതയാണെന്നാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 4:6 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ വാക്ക് ഉപ്പിനാ രുചി വരുത്തിയതായിരിക്കട്ടെ. അപ്പൊ ഏറ്റവും നല്ല സംസാരത്തെ പുറത്തു കൊണ്ടപ്പോ ഇവിടെ ഉപ്പിന് നല്ല സ്വഭാവത്തെ കാണിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണിക്കുന്നു. നമുക്ക് ഉപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ
ആമേൻ. ഉപ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ രുചി കൂടുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഉപ്പ് കാരമില്ല. അപ്പൊ ഉപ്പിനകത്ത് ഒരു വസ്തു അടങ്ങിയിട്ടുണ്ട്. ഈ വസ്തുവാണ് എന്ത് ചെയ്യുന്നത്, ഒരു ധാതു അടങ്ങിയിട്ടുണ്ട്. ഈ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കാരമാണ് ഈ ഉപ്പിനെ രുചി കൂട്ടുന്നത് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവരെ, നാം ഉപ്പാണ്. നാം ഉപ്പാണ്. പക്ഷെ എന്താ ചെയ്യാ, ഇതിന് കളറ് കൂട്ടുന്നതല്ല. പക്ഷെ ഇതിനകത്ത് രുചി ഉള്ളത് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉപ്പിനെ പോലെ രുചിക്കത്തുള്ളൂ. മറ്റുള്ളവർക്ക് ഗുണമായി മാറത്തുള്ളൂ, മറ്റുള്ളവർക്ക് സന്തോഷമായി മാറത്തുള്ളൂ, മറ്റുള്ളവർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടായി മാറത്തുള്ളൂ. നിങ്ങളിലുള്ള നല്ല പ്രവർത്തികൾ, നിങ്ങളിലുള്ള ഗുണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിലില്ലാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പം നമുക്ക് ഈ രുചി എന്ന് പറയുന്നത് സ്നേഹത്തെ കാണിക്കുക, മറ്റുള്ളവരുടെ അനുകമ്പയെ കാണിക്കുക. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ മറ്റുള്ളവർ പെരുമാറുന്നത്, ഒരു സന്തോഷത്തോടെ വാക്ക് പറയുന്നത്, അവർക്ക് സന്തോഷം വരുന്ന എന്തിയാ കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഈ ഉപ്പിന്റെ കളറ് കൊണ്ടൊന്നും ഇതിന് ഒരു വാല്യൂവും ഇല്ല. പക്ഷെ എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാരം അതാണ് ഈ ഭക്ഷണത്തിന്റെ രുചി കൂടും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വാല്യൂ ഇല്ല. പക്ഷെ എന്നാൽ നമ്മിൽ പകർന്നിരിക്കുന്ന ആ ദൈവ സ്നേഹം, നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അത് അനേകർക്ക് ഇന്ന് രുചിയുള്ളതായി, അവർക്ക് ഗുണമുള്ളതായി, മണമുള്ളതായി. ഹല്ലേലൂയ. അവർ ദൈവത്തിങ്കിലേക്ക് അടുക്കത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയായി മാറുവാനിടയാകും. നമ്മളുള്ള രുചി നമ്മൾ എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ അറിഞ്ഞ രുചി, യേശുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ രുചി, നമ്മൾ അറിഞ്ഞ സ്വർഗീയ ദർശനങ്ങളെ കുറിച്ച്, ആത്മാവിന്റെ വലിയ ആഴങ്ങളെ കുറിച്ച് നമ്മളിലുള്ള നമ്മൾ രുചിച്ചറിഞ്ഞ എന്താണോ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനിടയാണ്. നാം ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, കാരമില്ലാത്ത അത് നമ്മൾ എന്ത് ചെയ്യുക, ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവർത്തികൾ, നമ്മുടെ കർത്താവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ, അത് നമ്മൾ മനുഷ്യനുമായി പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മളത് തോൽവികളായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അനുഭവം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് നിങ്ങൾ ഉറപ്പായിരിക്കണം. ഒന്നിനും കൊള്ളാത്തവരായി തീരരുത് കേട്ടോ. അല്ലെ ദൈവത്തിന്റെ പൈതലായി നാം മാറിയിട്ട്, ഹല്ലേലൂയ, ദൈവമക്കളായി നാം ജീവിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനകരമല്ലെങ്കിൽ, മൂഷേട്ടക്കാരിയായി, കോപിഷ്ടക്കാരിയായി, തന്റേടിയായി നിൽക്കുവാനല്ല, നമ്മളിൽ നിന്ന് ഒരു ഫലം പുറപ്പെടണം, കർത്താവിന്റെ സ്നേഹം പുറപ്പെടണം. അത് മറ്റുള്ളവർക്ക് രുചിയായി മാറും. നമ്മളോട് വിഷയങ്ങൾ പ്രാർത്ഥിച്ച് അവർക്ക് ആശ്വാസമായി മാറുവാൻ നമുക്ക് കഴിയണമെങ്കിൽ മാത്രമേ ഉപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രക്രിയ ഉണ്ട്. ഈ ഉപ്പിന് കാരമില്ലാതെ പോയാൽ നമുക്കൊരു പ്രയോജനവുമില്ല, നമുക്ക് നമ്മളെ കുറുങ്ങും കൊള്ളൂല. അതുകൊണ്ട് നമ്മളിലായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തി, ദൈവകൃപ, അത് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.